ഡിജിറ്റൽ റീസർവേ പൂർത്തിയായ വില്ലേജുകളിൽ ഡിജിറ്റൽ സർവേ രേഖകളിൽ കാണുന്ന ഭൂമിക്ക് മാത്രമാകും ഭൂനികുതി ഒടുക്കാനാവുക. ഭൂനികുതി അടയ്ക്കാനും സർവേയിലെ തെറ്റുകൾ തിരുത്താനുമുള്ള നടപടികൾ ലളിതമാക്കി സർക്കാർ മാർഗനിർദ്ദേശം പുറത്തിറക്കി. മുൻ രേഖകളിലെ വിസ്തീർണത്തെക്കാൾ അധിക ഭൂമി ഡിജിറ്റൽ റീസർവേയിൽ കണ്ടെത്തിയാൽ അതേ വിസ്തീർണത്തിന്റെ കരം ഒടുക്കാം. ഭൂമി വിൽപ്പന നടത്താനും തടസ്സമുണ്ടാവില്ല. എന്നാൽ മുൻ രേഖകളിൽ പറയുന്ന വിസ്തീർണത്തിൽ കുറവ് കണ്ടാൽ കുറഞ്ഞ വിസ്തീർണത്തിന് മാത്രമാവും കരമടയ്ക്കുക. ഡിജിറ്റൽ സർവേ പൂർത്തിയായ വില്ലേജുകളിൽ ഭൂനികുതി സ്വീകരിക്കുന്നതിനും ഭൂമി കൈമാറ്റം ചെയ്ത ആധാരങ്ങൾ ചമയ്ക്കുന്നതിനും മുന്നോടിയായി വില്ലേജ് ഓഫീസർ ഒറ്റത്തവണ പരിശോധന നടത്തും. നിലവിൽ റവന്യൂ വകുപ്പ് ഓൺലൈനായി സൂക്ഷിച്ചിട്ടുള്ള റിലീസ് സോഫ്റ്റ്വെയറിൽ രേഖപ്പെടുത്തി സൂക്ഷിച്ചിട്ടുള്ള വിവരങ്ങളുമായി ഒത്തുനോക്കിയാവും ഇത്. ഇതോടെ ഭൂമി ഉടമയ്ക്ക് ഓൺലൈനായി കരമടയ്ക്കാനും ഭൂമി സംബന്ധമായ സാക്ഷ്യപത്രങ്ങൾക്ക് അപേക്ഷിക്കാനുമാവും. ഡിജിറ്റൽ സർവേ നിലവിൽ വന്ന വില്ലേജുകളിൽ മുൻ സർവേ രേഖകൾ പ്രകാരമുള്ള ഭൂമിയുടെ വിസ്തീർണത്തിൽ കുറവുണ്ടെങ്കിൽ ഭൂ ഉടമയ്ക്ക് ഓൺലൈനായി സർവേ സമർപ്പിക്കാം. ഫയൽ ചെയ്യപ്പെടുന്ന ഡിജിറ്റൽ സർവേ പരാതികൾ 1 മാസത്തിനകം പരിഹരിക്കും. എന്നാൽ ഭൂമി തരംമാറ്റം വേഗത്തിലാക്കി ജനങ്ങളുടെ കാത്തിരിപ്പിന് അവസാനിപ്പിക്കുമെന്ന് റവന്യൂ അധികൃതർ പറയുമ്പോഴും അപേക്ഷകൾ കുന്നുകൂടുകയാണ്. 2022 ജനുവരി മുതൽ കഴിഞ്ഞ ഡിസംബർ 31 വരെ ലഭിച്ച 5,43,847 അപേക്ഷകളിൽ പകുതി മാത്രമാണ് തീർപ്പായത്. 2,76,472 അപേക്ഷകൾ പരിഹരിക്കപ്പെട്ടപ്പോൾ ശേഷിക്കുന്നത് 2,67,372 അപേക്ഷകളാണ്. സംസ്ഥാനത്തെ 27 RDOമാർക്ക് പുറമെ 44 ഡെപ്യൂട്ടി കളക്ടർമാരെ കൂടി അപേക്ഷ തീർപ്പാക്കലിന് നിയോഗിച്ചിട്ടും ഉദ്ദേശിച്ച ഫലമില്ല. കോഴിക്കോട് ഡെപ്യൂട്ടി കളക്ടർ ഓഫീസിലാണ് ഏറ്റവും കൂടുതൽ അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നത്. 5,20,325 അപേക്ഷകളാണ് കെട്ടിക്കിടക്കുന്നത്. 4 ഡെപ്യൂട്ടി കളക്ടർ ഓഫീസുകളിൽ 10,000-ൽ കൂടുതൽ അപേക്ഷകൾ വീതമാണ് തീർപ്പ് കാത്തുകിടക്കുന്നത്. 25 സെന്റിന് താഴെ വിസ്തീർണമുള്ളതും ഫീസ് ഒടുക്കേണ്ടതുമായ അപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കാൻ എല്ലാ ജില്ലകളിലും സ്പെഷ്യൽ അദാലത്തുകൾ സംഘടിപ്പിച്ചെങ്കിലും അതും വേണ്ടത്ര ഫലവത്തായില്ല. ഡിസംബർ 1 മുതൽ 31 വരെ 1 ലക്ഷത്തോളം അപേക്ഷകൾ കിട്ടിയതിൽ 50,001 എണ്ണം മാത്രമാണ് തീർപ്പാക്കാനായത്. ഫോം 5 പ്രകാരമുള്ള 28,415 അപേക്ഷകളും ഫോം 6 പ്രകാരമുള്ള 21,586 അപേക്ഷകളുമാണ് തീർപ്പാക്കിയിട്ടുള്ളത്. ഒരു ദിവസം ശരാശരി 400 മുതൽ 500 വരെ അപേക്ഷകളാണ് കിട്ടുന്നത്. ഓൺലൈൻ ആയതിനാൽ അവധി ദിവസങ്ങളിലും ഇതുപോലെ അപേക്ഷകൾ വരും. നേരത്തെ പ്രതിദിനം 200 അപേക്ഷകൾ വരെ തീർപ്പാക്കിയ സ്ഥാനത്ത് പുതിയ ക്രമീകരണത്തിലൂടെ ഇപ്പോൾ 400 വരെ തീരുന്നുണ്ട്. എന്നാൽ പ്രവൃത്തി ദിവസങ്ങളിൽ മാത്രമാണ് തീർപ്പാക്കലുള്ളത്. ജോലിഭാരമാണ് മറ്റൊരു കാര്യം. 2017 മുതലാണ് തരം മാറ്റം തുടങ്ങിയത്. റവന്യൂ വകുപ്പിന്റെ പുതിയ ജോലികൾക്ക് പുറമെയാണ് തരം മാറ്റം ജോലികളും. ജീവനക്കാരുടെ എണ്ണം കൂടിയിട്ടുമില്ല.